അമേരിക്കയിലെ ജോൺ എഫ് കെനഡി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നടന്നതായി പറയപ്പെടുന്ന ഒരു സംഭവം ലോകമെമ്പാടുമുള്ള ഇന്റർനെറ്റ് ഉപഭോക്താക്കളെ അമ്പരപ്പിലാഴ്ത്തിയിരിക്കുന്നു. ടോക്കിയോയിൽ നിന്ന് എത്തിച്ചേർന്ന വൃദ്ധയായ ഒരു സ്ത്രീ ലോക ഭൂപടത്തിൽ ഒരിടത്തും രേഖപ്പെടുത്തിയിട്ടില്ലാത്ത ടോറൻസ എന്ന രാജ്യത്തിന്റെ പാസ്പോർട്ടുമായി എയർപോർട്ട് അധികൃതരുടെ മുന്നിൽ ഹാജരായി എന്നതാണ് ആ കഥയുടെ കാതൽ. പാസ്പോർട്ട് വ്യാജമല്ലെന്നും അതിൽ ബയോമെട്രിക് ചിപ്പ്, ഹോളോഗ്രാം, ഇതുവരെ കേട്ടിട്ടില്ലാത്ത മറ്റ് രാജ്യങ്ങളുടെ സീൽ എന്നിവ ഉണ്ടായിരുന്നു എന്നും അവകാശപ്പെട്ടതോടെ കഥയുടെ ദുരൂഹത വർദ്ധിച്ചു. ടോറൻസ എന്ന രാജ്യമില്ലെന്ന് അധികൃതർ അറിയിച്ചപ്പോൾ തന്റെ ലോകത്തല്ലെന്ന് പറഞ്ഞ ആ സ്ത്രീ ആകെ ഷോക്കായി. ഇതിനെ തുടർന്ന് സുരക്ഷാ റൂമിലേക്ക് മാറ്റിയ സ്ത്രീ CCTV ദൃശ്യങ്ങളിൽ പഴയ TV സ്ക്രീനിലെ ഗ്ലീച്ച് പോലെ മാഞ്ഞുപോയെന്നും ഇവർ മറ്റൊരു ഡൈമെൻഷനിൽ നിന്നോ പാരൽ വേൾഡിൽ നിന്നോ വന്ന വ്യക്തിയാണോ എന്നും സംശയം ഉയർത്തിക്കൊണ്ടാണ് ഈ വാർത്ത ലോകമെമ്പാടും പ്രചരിച്ചത്. എന്നാൽ ഇന്റർനെറ്റ് ലോകത്തെ ത്രില്ലടിപ്പിച്ച ഈ സംഭവത്തിന്റെ സത്യാവസ്ഥ തേടിയുള്ള അന്വേഷണത്തിൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഈ വാർത്ത പൂർണ്ണമായും വ്യാജമായ ഒരു വൈറൽ ഉള്ളടക്കമാണ്. ആധുനിക സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ സഹായത്തോടെ യഥാർത്ഥ ദൃശ്യങ്ങൾ ഉപയോഗിച്ച് കെട്ടിച്ചമച്ച ഒരു കഥ മാത്രമാണിത്. വൈറലായ വീഡിയോയുടെ നിർമ്മാണ രീതി പരിശോധിക്കുമ്പോൾ ഇത് പൂർണ്ണമായും AI ഉപയോഗിച്ച് നിർമ്മിച്ചതല്ല എന്ന് വ്യക്തമാകുന്നുണ്ട്. വീഡിയോയിൽ കണ്ട സ്ത്രീയുടെ യഥാർത്ഥ ദൃശ്യങ്ങൾ എയർപോർട്ട് അധികൃതരെ കുറിച്ചുള്ള ഒരു പഴയ ഡോക്യുമെന്ററിയിൽ നിന്ന് എടുത്തിരിക്കുന്നതാണ്. 2000-ൽ AND ചാനലിൽ സംപ്രേഷണം ചെയ്ത എയർലൈൻ എന്ന ഡോക്യുമെന്ററിയിൽ നിന്നുള്ള യഥാർത്ഥ ക്ലിപ്പുകളാണ് ഈ വീഡിയോയിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ടോറൻസയിൽ നിന്നുള്ള ദുരൂഹ വ്യക്തിയായി ചിത്രീകരിക്കപ്പെട്ട വൃദ്ധയായ ആ സ്ത്രീ യഥാർത്ഥത്തിൽ ബാൾട്ടിമോറിൽ നിന്ന് വന്ന ഇംഗ്ലീഷ് സംസാരിക്കാനറിയാത്ത ഒരു സാധാരണ യാത്രക്കാരിയാണ്. ഇവരുടെ പാസ്പോർട്ടിലോ യാത്രാരേഖകളിലോ ടോറൻസ എന്ന രാജ്യത്തിന്റെ പേരോ അസാധാരണമായ സീലുകളോ ഉണ്ടായിരുന്നില്ല. ആശയവിനിമയത്തിലെ ബുദ്ധിമുട്ടുകൾ കാരണം ഡോക്യുമെന്ററിയിൽ ഇവർ അധികൃതർക്ക് ഒരു തലവേദന സൃഷ്ടിക്കുന്ന രംഗങ്ങൾ ഉണ്ടാക്കുന്ന സാധ്യതകളാണ് ഈ കെട്ടുകഥയ്ക്ക് ഉപയോഗിച്ചത്. CCTVയിൽ മാഞ്ഞു പോകുന്നതായി ചിത്രീകരിച്ച ദൃശ്യങ്ങൾ വീഡിയോയ്ക്ക് പാരൽ യൂണിവേഴ്സ് ത്രില്ലർ സ്വഭാവം നൽകാൻ AI ഉപയോഗിച്ച് എഡിറ്റ് ചെയ്തതോ അല്ലെങ്കിൽ ഡോക്യുമെന്ററിയിലെ മറ്റേതെങ്കിലും സാധാരണ ദൃശ്യങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചതോ ആകാനാണ് സാധ്യത. ടോറൻസ വനിതയുടെ ഈ കഥ ഒറ്റപ്പെട്ട ഒന്നല്ല. ലോക ഭൂപടത്തിൽ ഇല്ലാത്ത രാജ്യങ്ങളുടെ പാസ്പോർട്ടുകളുമായി ദുരൂഹ വ്യക്തികൾ വിമാനത്താവളത്തിൽ എത്തിയെന്ന കഥകൾക്ക് ഒരുപാട് കാലം മുമ്പേ ചരിത്രമുണ്ട്. ഈ വൈറൽ വീഡിയോ സൃഷ്ടിക്കുന്നതിൽ ഈ പഴയ കഥകളും പ്രചോദനമായിട്ടുണ്ട്. 1954-ൽ ടോക്കിയോ എന്ന എയർപോർട്ടിൽ ടോറഡ് എന്ന രാജ്യത്തിന്റെ പാസ്പോർട്ടുമായി ഒരാൾ വന്നിറങ്ങിയെന്ന ഒരു കഥ പ്രചരിച്ചിരുന്നു. ഫ്രാൻസിനും സ്പെയിനിനും ഇടയിലാണ് ഈ രാജ്യമെന്ന് ഇയാൾ അവകാശപ്പെട്ടുവെന്നും തുടർന്ന് ഇയാളെ താമസിപ്പിച്ച ഹോട്ടലിൽ നിന്ന് ഇയാൾ ദുരൂഹമായി അപ്രത്യക്ഷനായെന്നും കഥകൾ പറയുന്നു. എന്നാൽ ഈ കഥയും ഒരു കെട്ടുകഥയാണെന്നും ഇതിന് യാഥാർത്ഥ്യവുമായി ബന്ധമില്ലെന്നും അന്വേഷണത്തിൽ തെളിഞ്ഞിട്ടുണ്ട്. ഈ കെട്ടുകഥകൾക്ക് ഒരു ചെറിയ യാഥാർത്ഥ്യവുമായി ബന്ധമുണ്ട്. 1959-ൽ ജോൺ അലൻ കുച്ചൻ സെഗ്രസ് എന്നൊരു തട്ടിപ്പുകാരൻ ടോററ്റ്, തമണ്ടറസ്റ്റ് തുടങ്ങിയ രാജ്യങ്ങളുടെ വ്യാജ പാസ്പോർട്ടുകളുമായി ജപ്പാനിലേക്ക് കടക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. എയർപോർട്ട് ഉദ്യോഗസ്ഥർ ഇയാളുടെ രേഖകൾ വ്യാജമാണെന്ന് തിരിച്ചറിയുകയും അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. 1 വർഷത്തോളം ഇയാൾ ജയിലിൽ കിടന്നു. ഈ തട്ടിപ്പ് സംഭവമാണ് പിന്നീട് 1954-ലെ ടോററ്റ് മനുഷ്യന്റെ കഥയായി പരിണമിക്കുകയും അതിന്റെ ആധുനിക പതിപ്പായി ടോറൻസ വനിതയുടെ വീഡിയോ പ്രചരിക്കുകയും ചെയ്തത്. ടോറൻസ വനിതയുടെ വീഡിയോ തെളിയിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഈ കാലഘട്ടത്തിൽ വ്യാജ വാർത്തകളും കെട്ടുകഥകളും സൃഷ്ടിക്കാനുള്ള എളുപ്പമാർഗമാണ്. യഥാർത്ഥ ദൃശ്യങ്ങളും വിശ്വാസത്യ തോന്നുന്ന ശബ്ദ വിവരണങ്ങളും കൂട്ടിച്ചേർത്ത് നിർമ്മിക്കുന്ന ഇത്തരം വീഡിയോകൾ യാഥാർത്ഥ്യമാണോ കെട്ടുകഥയാണോ എന്ന് തിരിച്ചറിയാൻ സാധാരണക്കാർക്ക് പ്രയാസമാണ്. മറ്റൊരു ഡൈമെൻഷനിൽ നിന്നോ ടൈം ട്രാവൽ ചെയ്ത് വന്ന വ്യക്തിയല്ല ഈ വീഡിയോയിലുള്ളത്. എങ്കിലും ഈ ഉഡായിപ്പ വീഡിയോ ലോകമെമ്പാടുമുള്ള ആളുകളെ ആശയക്കുഴപ്പത്തിലാക്കുകയും ഇന്റർനെറ്റിൽ എന്ത് കാണുമ്പോഴും അതിന്റെ സത്യാവസ്ഥ ഉറപ്പുവരുത്തേണ്ടതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. കൃത്യമായ പരിശോധനയിലൂടെയും ഫാക്ട് ചെക്കിങ്ങിലൂടെയും മാത്രമേ ഇത്തരം വ്യാജ പ്രചരണങ്ങളെ ചെറുക്കാനാകൂ.